ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പ്രീമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ബീഫ് കറിയാണ് കേട്ടോ. തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ളത് 1/2 കിലോ ചെറിയ ഉള്ളിയാണ്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് നെടുകെ ചെറുതായിട്ട് കീറി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അത് വലിയൊരു കഷ്ണം ഇഞ്ചിയും കുറച്ചധികം പിന്നെ ഒരു 10-20ഓളം അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. പൊതുവേ ഞാൻ ബീഫ് കറി വയ്ക്കുന്ന സമയത്ത് കുറച്ചധികം വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാറുണ്ട് കേട്ടോ, ചിക്കനേക്കാളും. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വിറകടുപ്പിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 3 സ്പൂണ് ഉപ്പ്, അത് ഉപ്പ് നിങ്ങൾ നോക്കിയ ശേഷം മാത്രം, സ്പൂണിൻ്റെ അളവ് അനുസരിച്ചിട്ട് കേട്ടോ. ഇനി ഞാൻ ചെറിയ സ്പൂൺ കൊണ്ട് 3 സ്പൂണാണ് ഇട്ടിട്ടുള്ളത്. ഇനി അതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വിറകടുപ്പിലാണ് നമ്മൾ വയ്ക്കുന്നത്. അത് ഇടയ്ക്ക് ഒന്ന് നോക്കുക, ഇളക്കി കൊടുത്ത് വെന്തോന്ന് നോക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് വേവിക്കാം. ഇതേ നമ്മുടെ ബീഫ് കറി നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി മാറ്റി വയ്ക്കാം. ഇനി നമ്മളിതേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 200 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓരോരുത്തർക്കും എരിവ് കൂടിയും കുറഞ്ഞും ഇരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ചേർക്കാം കേട്ടോ. ഇതേ നമുക്കിനി അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ലപോലെ കാറ്റുമുണ്ട്. ഇനി അതിലേക്ക് 1/4 സ്പൂണ് പൊടിയുപ്പ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയൊന്ന് പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ, ഉള്ളിയൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. അതിന് 1/4 സ്പൂണ് പൊടിയുപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ സവാള വഴന്ന് വരണം. ഇതേ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അതും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും എല്ലാം അതിൻ്റെ പച്ചമണമെല്ലാം മാറി നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും വിറകടുപ്പാണെങ്കിലും കൈയെടുക്കാതെ തന്നെ ഇളക്കുക. ഇനി അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് 2 സ്പൂണ് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം കരിയാതെ ശ്രദ്ധിക്കുക. ഇത് നല്ല കാറ്റ് നല്ലതുപോലെ വരുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ആവി നല്ലതുപോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പൊടി ചേർത്തതൊന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞാൻ പറയുന്നില്ല, വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2 സ്പൂണ് മുളക് പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണമെല്ലാം നല്ലതുപോലെ മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതേ നമ്മുടെ പൊടികളുടെ പച്ചമണമെല്ലാം നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മസാലകളെല്ലാം നല്ലതുപോലെ ഒന്ന് ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ മസാലയും നല്ലതുപോലെ ഒന്ന് ബീഫിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല കാറ്റാണ്, നല്ല മഴയുമുണ്ട്. പ്രത്യേകിച്ച് ഈ മഴ സമയത്തൊക്കെ എനിക്ക് ഇതുപോലെ പാചകം ചെയ്യാൻ, പ്രത്യേകിച്ചും പുറത്ത് പാചകം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ മഴയുടെ ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി നമ്മൾ നല്ലതുപോലെ ഒന്ന് മസാലയെല്ലാം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീറ്റ് മസാല 2 സ്പൂൺ മീറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഗരം മസാല പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ, കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ല നിങ്ങൾക്ക് ഇതിൽ കൂടുതലും കുറച്ച് കൂടുതൽ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലകളെല്ലാം നല്ലപോലെ പിടിക്കാനായിട്ട് നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാം. നമ്മുടെ ബീഫ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മസാലകളും ഉപ്പും മുളകും എല്ലാം നല്ലപോലെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കളർഫുള്ളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ വളരെ ഈസി ആയിട്ട് തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഇന്ന് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത്.